ഇതാ എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. പുതിയ കതക് വെച്ചു, സിറ്റൗട്ടിന് ഗ്രില്ല് വെച്ചു, സിറ്റൗട്ടിനോട് മറച്ച് ഞങ്ങൾ പണിയൊന്നും താമസിക്കാനൊന്നും തുടങ്ങിയില്ല. ഞങ്ങളുടെ അമ്മ നിൽക്കുന്നുണ്ട്, എൻ്റെ അമ്മ. മുറ്റത്തൊരു തെങ്ങുണ്ട് കണ്ടോ. പുതിയ സ്റ്റെപ്പ് വെച്ചു. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു. പൂവൊക്കെ ചെടിയൊക്കെ കുറവ്. ഡ്രമ്മിനകത്തൊരു തെങ്ങ് വെച്ചിട്ടുണ്ട് മുറ്റത്ത്. ഇതാണ് എൻ്റെ വീട്. ഉണ്ണിയുടെ വഡ് ചെമ്പരത്തിയാണ്. അവൻ വഡ് ചെയ്തായിരുന്നു പല സൈസിലെ ചെമ്പരത്തി. ഞാൻ വന്നെല്ലാം കോതി വിട്ടതാണ് ചെമ്പരത്തിയെല്ലാം. ചെടികളൊക്കെ ഉണ്ട്, അതെല്ലാം വെട്ടിവിട്ട കിളുക്കാൻ വേണ്ടിയിട്ട്. ഇനിയും പൂക്കളൊക്കെ ആകാൻ. ഇതാണ് ചതാവേലി കണ്ടോ. ഒത്തിരി വർഷമായി ഇവിടെ വീട്ടിലുള്ളത് ചതാവേലി. പേരെ കയറി കിടക്കുക ചതാവേലിയുടെ മൂട്. ഇനി ഞാൻ ഇപ്പം എൻ്റെ മോടെ വീട്ടിൽ താമസിക്കുന്നത് കണ്ട്. റബ്ബർ, ഞങ്ങൾ റബ്ബർ തോട്ടം, കൊക്കോയും റബ്ബറും ഉണ്ടോ. ഞങ്ങളുടെ കൃഷി ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഒരു കയറ്റത്തില്ല കുന്നുംപുറത്താണ് വീട് നിൽക്കുന്നത്. ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു തോടുണ്ട്. ഇതുണ്ട്, കൊക്കോ ഉണ്ട്. ഇപ്പോൾ ഈ കൊക്കോ കായയുടെ സീസണെല്ലാം കുറവായിപ്പോൾ. ആ പൊക്കത്തിലിരിക്കുന്ന വീട് ഇവിടെ എന്നെ കാണത്തില്ല. ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടുകാർ അവരിവിടുന്ന് ഇല്ല, താമസം മാറി, എല്ലാവരും പോയി. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. ഞാൻ ഇറങ്ങിപ്പോയതുകൊണ്ട് ഞങ്ങളുടെ വഴിയൊന്നുമില്ലെന്നേ, ചുമ്മാ നടന്നിങ്ങനെ പോന്നു കേട്ടോ. ആയിരിക്കുന്ന എൻ്റെ മൂടെ വീട്. അതാണ് ഒരു തോടൊക്കെ കടന്നു വേണം പോവാൻ. തോട് വേണ്ട, ചെറിയ തോടാണ്, കൈത്തോട്. ഈയിടെ പറമ്പിൽ പണിയായിരുന്നു, റബ്ബറും സാധനങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു. കൃഷി വേറെ ചെയ്യാനുണ്ടെങ്കിലും. വെള്ളത്തിലൊരു ചെമ്പരത്തി ഉണ്ട് വെച്ചേക്കും, വടിയമ്പരത്തിയാണ് വെള്ളത്തിൽ വെച്ചിരിക്കുക. അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നാൽ മേളിൽ നിന്ന്. ഇവിടെ നിന്നാൽ കാണത്തൊന്നുമില്ല വീടും കാര്യങ്ങളും. ഇതിലാണ് റോഡിലോട്ട് പോകുന്നത്.